ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ പാദസരം ഉണ്ടാക്കാം എന്നതാണ്. ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഈ പാദസരം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഹെഡ് പിന്നാണ്. ഇതാ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത് ഗോൾഡൻ ചെയിനാണ്. ഞാനിപ്പോൾ എൻ്റെ മോളുടെ കാലിൻ്റെ അളവിനുള്ള ചെയിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും അളവിനനുസരിച്ചിട്ട് എടുക്കാം. വളരെ ലൂസായിട്ട് എടുക്കേണ്ട, കുറച്ച് ടൈറ്റായിട്ട് എടുക്കാം. കാരണം അത് ഇട്ട് വരുമ്പോൾ അത് ലൂസാവും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലുക്കാണ് പാദസരത്തിൻ്റെ. പിന്നെ 4 ജംപ് റിങ് എടുത്തിട്ടുണ്ട്. അടുത്തതായി പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് റെഡ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ പാദസരം മേക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹെഡ് പിന്നാണ്. പിന്നെ റെഡ് ക്രിസ്റ്റൽ ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ് പിന്നിലേക്ക് റെഡ് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഒരു ഹെഡ് പിന്നിൽ തന്നെ ഞാൻ 2 ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ടതിന് ശേഷം നമുക്കതിനെ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് വലിയ സൈസ് ആയിരിക്കും അത്. അപ്പോൾ നമുക്കൊന്ന് വളച്ച് കൊടുക്കാനുള്ള സൈസ് കഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഹെഡ് പിന്നിനെയും സെയിം അളവിന് തന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ക്രിസ്റ്റൽ ബീഡ്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഹെഡ് പിന്നിലേക്കും ഇതേപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് ഭാഗം ഞാനൊന്ന് കൊളുത്താൻ വേണ്ടിയിട്ട് വളച്ചെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഈ ഗോൾഡൻ ചെയിനിലേക്ക് സ്പേസ് മാത്രം വിട്ടതിന് ശേഷമാണ് ഞാനിത് കൊളുത്തി കൊടുക്കുന്നത്. കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഗോൾഡൻ ചെയിനിൻ്റെ ഒരൊറ്റ സ്പേസ് മാത്രമേ ഞാൻ വിട്ടിട്ടുള്ളൂ. കൊളുത്തിയതിന് ശേഷം ഒരു പ്ലയർ വെച്ചിട്ട് അതിനെ ഒന്ന് അമർത്തി കൊടുത്തു. ഇതേപോലെ തന്നെ ഈ ചെയിൻ മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ മോൾക്കും കിലുങ്ങുന്ന പാദസരം എന്നൊക്കെ അറിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയായിരിക്കും എല്ലാ പെൺകുട്ടികൾക്കും പാദസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പാദസരം. ഞാനിതിപ്പോൾ ഈ ചെയിൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജംപ് റിങ്ങും കൊളുത്തും കണക്ട് ചെയ്യുക ഇതിലേക്ക്. ആദ്യം ഒരു ജംപ് റിങ് എടുത്തിട്ട് ഈ എൻഡ് പോർഷനിൽ നമ്മൾ ആദ്യം കൊളുത്തി കൊടുക്കാം. അതിനുശേഷം ഈ കിലുക്കും അതിലേക്ക് വെച്ചതിന് ശേഷം പ്ലയർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കണം. അതേപോലെ തന്നെ അടുത്ത എൻഡ് പോർഷനിലും ഒരു ജംപ് റിങ് ഇട്ടിട്ട് പ്ലയർ യൂസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കണം. ഞാനിവിടെ 2 ചെയിനിലും കിലുക്കും ജംപ് റിങ്ങും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാദസരം അപ്പോൾ ഇവരുടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും പാദസരം ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിപ്പോൾ മോൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. മോള് നോക്കിയിരിക്കുകയായിരുന്നു ഇത് എപ്പോഴാണ് കഴിയാന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ കുട്ടിക്ക് ഇത് ഇട്ട് കൊടുത്തപ്പോൾ മോള് നല്ല ഹാപ്പിയായി. നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളുടെ മക്കൾക്ക് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ കാണാം.